നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വാക്ക് വീഡിയോ ആയാലോ? നമ്മളിതേ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോഴാണ് റെജിനാൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടത്. അപ്പൊ റെജിനാട്ടൻ ആളോട് കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് നടക്കാൻ പോകുന്നത് മുഷ്രീബിലെ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 200-300 മീറ്റർ നടക്കേണ്ട ദൂരമേ ഉള്ളൂ. ഖത്തറിലെ തന്നെ വൺ ഓഫ് ദ ലക്ഷറി സിറ്റികളിൽ ഒന്നാണ് ഈ മുഷ്രീബ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വാവയ്ക്ക് മുരിങ്ങേര മരമൊക്കെ കാണിച്ചു കൊടുക്കാണ്. കാരണം നമുക്കിവിടെ പാക്കറ്റിൽ മുരിങ്ങേര ഇല കിട്ടും ലുലുന്നൊക്കെ. അപ്പൊ ഇതുവരെ അവൾ മരം ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവൾക്ക് മരം കാണിച്ചു കൊടുക്കാണ്. ഇതാണ് മുരിങ്ങേര മരം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ സാധാരണ നടക്കാൻ പോവാറുണ്ട്, പക്ഷെ നൈറ്റിലാണ് കൂടുതൽ നടക്കാൻ പോവാറ്. അപ്പൊ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ പകലൊക്കെ ചൂടായ കാരണം നമ്മൾ കൂടുതലും കാറിലായിരിക്കും യാത്ര. അപ്പൊ ഈ റോഡിനപ്പുറത്ത് കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഈ മുഷ്രി ഡൗൺ ടൗണിന്റെ ഒരു ഭാഗമാണ്. നമ്മളവിടെ സിഗ്നലിൽ പോയിട്ട് സീബ്ര ലൈൻ നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഡൗൺ ടൗൺ എത്തിയിട്ടോ. അപ്പൊ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസമാണ്. രാത്രി ആകുമ്പോൾ ലൈറ്റും കാര്യങ്ങളും കൂടി വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയാണ് കാണാൻ. വാവ അവിടെ പ്രസ് ചെയ്ത് നിൽക്കണ കണ്ടോ ഒരു ബട്ടൺ. അത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ബട്ടനാണ്. അത് അവിടെ ഒരു റെഡ് ലൈറ്റ് കാണുന്നിടത്ത് ആ ഗ്രീൻ ലൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ലോകത്തിലെ തന്നെ ആദ്യത്തെ സസ്റ്റൈനബിൾ ഡൗൺ ടൗൺ പ്രോജക്റ്റ് ആണിത്. ഏകദേശം 31ഓളം ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ദോഹയിലെ ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. 2010 ജനുവരിയിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഏകദേശം $5.5 മില്യൺ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 5 മണി ആവാറായിട്ടുണ്ടായിരുന്നു. ഒരു 4:45 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വിന്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവും. അപ്പൊ നമ്മൾ വേഗം ഇറങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ കിട്ടണമെങ്കിൽ ലൈറ്റ് വേണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വേഗം ഇറങ്ങിയത്. ഇപ്പൊ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം അവരവിടെ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളില് മിക്ക സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ഒരു ഫൗണ്ടെയിൻ പോലെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ വാവയുടെ പ്രധാന വിനോദം ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കലാണ്. ഇപ്രാവശ്യം ഞങ്ങൾ അത്ര കാര്യമായിട്ട് അങ്ങനെ കളിക്കാൻ സമ്മതിച്ചില്ല. കാരണം ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാമിലൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 31ഓളം ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന്. അപ്പൊ ഇത് മുഴുവൻ നമുക്ക് നടന്നു കാണുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് മിക്കരും ഇവിടെ ഓൺ വെഹിക്കിളിലാണ് വരിക. പിന്നെ നടന്നു വരുന്നവരും ഉണ്ട്. നടന്നു വന്നിട്ട് ഇവിടെ ട്രാം ഫെസിലിറ്റീസ് ഉണ്ട്. ഇവിടെ ഫ്രീ ആണ് ട്രാം ഫെസിലിറ്റീസ്. അപ്പൊ നമുക്ക് അത് യൂസ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ട്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനിടയ്ക്ക് വാവയുടേതായിട്ടുള്ള ഗോഷ്ഠിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഒരു ഡബിൾ ട്രക്ക് ബസ് കണ്ടത്. ഇത് സൈറ്റ് സീയിങ് ബസ്സാണ് കേട്ടോ. ഇപ്പൊ പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ എത്ര കൂടെ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബസ്സിൽ കയറിയിട്ട് പോവാം. ഇവര് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ഈ വരുന്നതാണ് ട്രാം. അപ്പൊ ഈ ട്രാമിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ അതിൽ നല്ല തിരക്കായിരുന്നു. ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ അതിൽ കയറിയില്ല. അതിന് തൊട്ട് മുന്നുള്ള സ്റ്റേഷനിലേക്ക് നടക്കാന്ന് വിചാരിച്ചു. ഈ കാണുന്ന റിങ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് സൈക്കിളൊക്കെ വെക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ട്രാമിൽ കയറി. അപ്പൊ ഞങ്ങൾക്ക് ബാക്കിൽ തന്നെ സീറ്റ് കിട്ടിട്ടോ. ട്രാമിന്റെ വിൻഡോസ് ഫുള്ളും ഗ്ലാസ്സിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ വ്യൂ നന്നായി കാണാൻ പറ്റും. പിന്നെ ഇവർ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ വലിയ സ്ക്രാച്ചോ അല്ലെങ്കിൽ അഴുക്കോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല കേട്ടോ. ഓരോ 6 മിനിറ്റിലും ട്രാം ഉണ്ടായിരിക്കും. മൊത്തം 9 സ്റ്റേഷനാണുള്ളത്. ഓരോ സ്റ്റേഷനും നമ്പേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ എന്തൊക്കെയാണ് ഓരോ സ്റ്റേഷൻ്റെയും പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ ഷോപ്പുകളാണുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് അവിടെ നിന്ന് പോകാൻ പറ്റുക എന്നൊക്കെ അവർ ആ ട്രാമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്കിപ്പോൾ സൂക്കിലേക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർ പറയും ഇന്ന നിയർ സൂക്ക് വാക്കിഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഈ ഡൗൺ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഈ കോർണിഷിന്റെയും സൂക്ക് വാക്കിഫിന്റെ ഒക്കെ ഇടയിലാണ്. ഈ കോർണിഷും സൂക്ക് വാക്കിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖത്തറിലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാനായിട്ട് ഈ ട്രാം യൂസ് ചെയ്യാം. ട്രാമിന്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് വൈഫൈയും ഫ്രീ ആണ്.
ഇവിടെ എപ്പോഴും വണ്ടികൾ ഇങ്ങനെ പാസ് ചെയ്യണോണ്ട് തന്നെ ഓരോ ജംഗ്ഷനിലും നമുക്ക് സെക്യൂരിറ്റീസിനെ കാണാം. അവരാണ് നമ്മളെ റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഇവിടെ ഞങ്ങൾ ഇതുവരെ വന്നപ്പോഴൊന്നും മലയാളികളെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് വല്ല പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ വരുമ്പോൾ മലയാളികൾ ഉണ്ടാവാറുണ്ട്. അല്ലാതെ ഇങ്ങനെ നമ്മൾ രാത്രികളിലൊക്കെ വരുമ്പോൾ അങ്ങനെ മലയാളികളൊന്നും കാണാറില്ല. കൂടുതലും ഇവിടുത്തെ ആളുകൾ തന്നെ അറബികളും അവരുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടാണ് അവരിവിടെ വന്ന് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോണ കാണാറുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലക്ഷറി സിറ്റിയാണ് ദോഹയിൽ തന്നെ. അപ്പോൾ ഇതിനകത്തുള്ള അപ്പാർട്ട്മെൻറ്റുകളായാലും ഷോപ്പുകളായാലും റെസ്റ്റോറൻറ്റുകളായാലും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റിനൊക്കെ. ഷോപ്പുകളിൽ തന്നെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ മലയാളികളൊന്നും ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് വരാത്തത്. നമ്മളൊരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും മിക്ക സ്ഥലങ്ങളും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റുകൾ മാത്രമാണ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. അതിനകത്തൊരു മ്യൂസിയം ഉണ്ട് കേട്ടോ, പക്ഷെ അതും ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇനിയൊരു പ്രാവശ്യം പോകുമ്പോൾ നമുക്കത് കാണാം. സൂക്കിൻ്റെ ആ ഒരു സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അണ്ടർ പാസേജ് ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്കിലേക്ക് എത്താം. അപ്പോൾ നമ്മൾ 9 സ്റ്റേഷനും കവർ ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണോ കയറി ആ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങിയിട്ടോ. അപ്പോൾ ദേ വാവ ബാക്കിലുള്ള ചേച്ചിക്ക് ടാറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ആ ചേച്ചിയും തിരിച്ചങ്ങോട്ട് ടാറ്റ കൊടുക്കുന്നുണ്ട് ആൾക്ക്. അപ്പോൾ അവളവിടെ കുറച്ച് നേരം കൂടിയും ഇങ്ങനെ ഓടി നടന്നു. അപ്പോൾ ഇവിടെ രാത്രിയായപ്പോൾ ലൈറ്റും ഒക്കെ വന്നപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല ഭംഗിയാണ് ബിൽഡിങ്ങും ഒക്കെ ആ ലൈറ്റിൽ കാണാനായിട്ട്. പിന്നെ അവർ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അവർ പുറത്ത് ഡൈനിങ് സെറ്റ് ചെയ്തൊക്കെ നോക്കുകയാണ്, നല്ല രസമായിരുന്നു. ഇത് അതിനകത്തുള്ള ഒരു ചെറിയൊരു മോളാണ് കേട്ടോ. അപ്പം അതിനകത്ത് തിയേറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അപ്പം തന്നെ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നല്ല തണവായിരുന്നു. അപ്പോൾ അധികം നേരം അവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ട് അപ്പം തന്നെ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പം അങ്ങനെ അത്യാവശ്യം ഓടലും നടത്തൊക്കെ ആയിട്ട് ഒരാൾ തളർന്നു. അപ്പോൾ എടുക്കാൻ പറഞ്ഞിട്ട് റിജിനായിട്ട് എടുത്തേക്കാണ്. അപ്പം ദേ നമ്മൾ പോയ ട്രാമാണ് കേട്ടോ അത്. അപ്പം ഞാൻ റിജിനാനോട് പറയായിരുന്നു, ദേ നമ്മൾ പോയ ട്രാമാണ് അത്, ദേ തിരിച്ച് വീണ്ടും വരും. അപ്പോൾ ദേ അവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൈൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ ഞാൻ കാല് നനയ്ക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ നേരത്തെ ട്രാമിൽ കയറുന്ന കാര്യം പറഞ്ഞിട്ടാണ് അവളെ പിടിച്ച് നിർത്തിയത്. ഇപ്പോൾ പിന്നെ ട്രാമിൽ നിന്ന് ഇറങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചെരുപ്പ് കേടാവും വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ച് കയറ്റിട്ടോ. അവിടെ ഒരു ഷോപ്പിൽ കാറും പിന്നെ ബൈക്കും അതൊക്കെ അവരുണ്ടാക്കിയതാണോ എന്നറിയില്ല. സൈക്കിളും ഒക്കെ ഒരു ഡിസ്പ്ലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല ഇത്തരം വണ്ടികളൊന്നും. അപ്പം ഞങ്ങളവിടെ ചുമ്മാ ഒന്ന് കയറി. അപ്പോൾ വാവ ഓടിച്ചെന്ന വഴിക്ക് ഒരു ബൈക്കിൽ കയറാൻ നോക്കുകയാണ്. അപ്പോൾ ആ ബൈക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡ് സ്റ്റാൻഡാണ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡു നോട്ട് ടച്ച് എന്നുള്ളത്. അപ്പോൾ ആളത് കണ്ടില്ല. അപ്പോൾ ഞാൻ പറയായിരുന്നു, ദേ അവിടെ ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അവൾ നോക്കുകയാണ് അങ്ങനെ എഴുതിയുണ്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടിയും അവിടെ നടന്ന് കണ്ട് അവിടുത്തെ ആ ബിൽഡിങ്ങും ലൈറ്റും ഒക്കെ ആസ്വദിച്ച് പിന്നെ പുറത്ത് നല്ല തണവുമായി, പിന്നെ കാറ്റും ഉണ്ട്. അപ്പം നമ്മൾ പിന്നെ അധികം നേരം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ ഒരു ലംബോർഗിനി കണ്ടത്.
അപ്പോൾ വാവ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. പിന്നെ കുറേ ടൈം ആയല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു ജൂബിലി റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ നല്ല തണവായതുകൊണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചു നല്ല ചായ സ്നാക്സോ ഒക്കെ ആയിട്ട് കഴിക്കാമെന്ന്. പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്തു. നമുക്ക് സൂപ്പ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സൂപ്പാണ്, പക്ഷെ ആൾ കൊണ്ടുവന്നത് ഷവർമയാണ്. പക്ഷെ ആളുടെ മിസ്റ്റേക്കാണ്, ആളത് പറയുകയും ചെയ്തു, അയ്യോ എൻ്റെ മിസ്റ്റേക്കാണ് സോറി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ വാവ പറഞ്ഞു വാവയ്ക്ക് ഷവർമ മതി എന്ന് പറഞ്ഞപ്പോൾ വാവയ്ക്ക് ഒരു ഷവർമ വെച്ചിട്ട് ഞങ്ങൾക്ക് സൂപ്പ് മതി എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വാവയുടെ ഷവർമ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ഷവർമയാണ്. അപ്പോൾ റെജിനേട്ടൻ പറഞ്ഞു അത് പാഴ്സൽ ചെയ്യാം, നമുക്ക് അത്ര വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സൂപ്പ് അവിടെ ഇരുന്ന് കുടിച്ചു, ഷവർമ നമ്മളത് പാഴ്സൽ ചെയ്തു. സൂപ്പ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം അത് കുടിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ ഫുള്ളായി. പിന്നെ വാവയ്ക്കും അതെ നന്നായി വിശന്നു തോന്നുന്നുണ്ട്. വാവ ഷവർമ ഫുള്ളും കഴിച്ചു കേട്ടോ. സൂപ്പ് അത്യാവശ്യം നല്ല ചൂടോടെയാണ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെജിനേട്ടൻ ആദ്യത്തെ സിപ്പിൽ തന്നെ പണി കിട്ടി. നാവ് അത്യാവശ്യം പൊള്ളി. നാവൊന്നും പൊള്ളിയെങ്കിലും സൂപ്പ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ബാക്കി ഷവർമ പാഴ്സൽ ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ. ये तो